ഇത് ഉണക്കമീനും വാഴയ്ക്കങ്ങനെ ചാറ് കറി വെക്കാം. ചോറിന് കൂട്ടാനുള്ള കറി ഫോർ റൈസ്. ഇത് ക്ലീൻ ചെയ്യുന്നു, ഇത് തൊലി കളയുന്നു, ചെറുതായിട്ട് അരിയുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് തേങ്ങയും കുറച്ച് മുളക് പൊടിയും അരച്ചെടുക്കാം. ഉണക്കമീനിൻ്റെ ചെരുമ്പലും ഇതൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കുടമ്പുളി വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. കടൽ വരാൽ ഉണങ്ങിയതാണോ അത് കഴുകി ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചു. സവോള, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ വഴറ്റിയിട്ട് വാഴയ്ക്കായിട്ട് വേവിക്കുന്ന വെള്ളം ഒഴിച്ച് കടുകിട്ട് കൂട്ടി അതിലേക്ക് സവോളയൊക്കെ ഇടുന്നു. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുന്നു. ഉപ്പിട്ടിട്ട് വാഴയ്ക്കയിട്ട് അതിൽ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കും. ഉപ്പും മഞ്ഞളും ഇട്ട് വാഴയ്ക്കിടുന്നു. വെള്ളത്തിലിട്ട് പുളി ഇരിക്കുന്നത് വെള്ളത്തിൽ കൂടി ഒഴിക്കുന്നു. ഇത് മൂടി വെച്ച് വേവിക്കുന്നു. വാഴയ്ക്ക വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും തേങ്ങ അരച്ചെടുക്കും. അരമുറി തേങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും നന്നായിട്ട് അരച്ചെടുക്കുന്നു. ഇത് കാശ്മീരി പൊടിയുണ്ട്, എരിവുള്ള പൊടിയുണ്ട്. വാഴയ്ക്ക വെന്തു. അപ്പോൾ ഈ ഉണക്കമീൻ കഴുകി മുറിച്ച് വെച്ചേക്കുന്ന ഇട്ടു. ഇതും വേകാനായിട്ട് വെക്കുന്നു. മൂടി വെച്ച് വേവിക്കുന്നു. അരകല്ലിൽ അരച്ചെടുത്തു തേങ്ങ. വാഴയ്ക്കയും മീനൊക്കെ വെന്തു. വെള്ളവും പറ്റിയതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പും വെള്ളവും ഒഴിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പുണ്ട്, പുളിയുണ്ട്. ഇനി അരപ്പ് ചേർക്കും. അരപ്പും വെള്ളം ചേർത്ത് വാഴയ്ക്ക ചേർത്ത ഉണക്കമീൻ കറി. ഉണക്കമീൻ ചേർത്ത വാഴയ്ക്കാമീൻ കറി. കടൽ വിരാല് വാഴയ്ക്ക കറി. പൊട്ടറ്റോ സ്റ്റൂ ചെയ്തിട്ട് കുറച്ച് പാൽ ചേർക്കാം. തേങ്ങാപ്പാലോ പശുമ്പാലോ ചേർക്കാം. പൊട്ടറ്റോ സ്റ്റൂവിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കാം. പള്ളിപ്പെരുന്നാളിന് വെച്ചോണിക്കടയിൽ നിന്ന് മേടിച്ച ബ്രഷാണിത്. ചട്ടിയിലേക്ക് എണ്ണ തുടങ്ങിയുള്ള സംഭവം. ഇതിൽ എണ്ണ ഒഴിക്കുന്നു. താഴെ കൂടെ വന്ന് എണ്ണ തൊടുക്കും. അപ്പം ചുടാനായിട്ട് ദോശക്കട്ടി ഉപയോഗിക്കും. അപ്പത്തിൻ്റെ മാവ് പുളിച്ച് നന്നായിട്ട് പൊടിഞ്ഞു.
ഉണക്കമീനും വാഴയ്ക്കയും കറി വെച്ചത്. ഇന്നത്തെ ചോറിന് പത്തമ്പത് പള്ളിയിലെ പെരുന്നാളിന് കൊച്ചുമണിക്കടയിൽ മേടിച്ച പൊരി 50 രൂപയ്ക്ക്. പോപ്കോൺ 50 രൂപയ്ക്ക്.